ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ്. ഇപ്പോൾ 2-3 ദിവസമായി രാവിലെ നല്ല മഴ. ഏട്ടൻ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതെന്ത് മീൻ എന്നറിയോ? ഏട്ടയാണ്. നിങ്ങളാടെയെല്ലാം എന്തെന്നാണ് ഇതിനെ പറയല്? നമ്മൾ പറയുന്ന ഏട്ടാന്നാ പറയുക. കട്ട് ചെയ്ത മീനാണ് വാങ്ങിയത് ഇന്ന്. അപ്പോൾ ഇതാണ് മീൻ. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കട്ടെ. മീൻ കഴുകി വൃത്തിയാക്കി കുറച്ച് ഞാൻ പൊരിക്കാനും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കറിക്ക് കുറച്ച് തേങ്ങ അരച്ചിട്ടാണ് ഇന്ന് വെക്കുന്നത്. അപ്പോൾ കുറച്ച് ഞാൻ തേങ്ങ അരച്ച് വെക്കട്ടെ. നിങ്ങളെല്ലാം ഈ തേങ്ങ അരച്ചിട്ട് തന്നെയാണോ ഏട്ടക്കറി വെക്കുക? ഞാൻ തേങ്ങ അരച്ചിട്ടാണ് വെക്കൽ കേട്ടോ. പുളി ചേർക്കൂലേ കറി വെക്കുമ്പോൾ? പുളി ചേർക്കാണ്ട് തേങ്ങ അരച്ചിട്ട് അങ്ങനെയാണ് കാണാം കേട്ടോ. ഞാൻ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് ചൂടാക്കിയിട്ട് പച്ചമുളക്, ഇഞ്ചിയും കറിവേപ്പിലയും മാത്രമേ ഞാൻ ഇതായിട്ട് എടുക്കും. പിന്നെ തേങ്ങ അരച്ചതും വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണേ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ നല്ലോണം ചൂടാവണം കേട്ടോ. പച്ചമുളകും ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇടും. ഇത് നല്ലോണം അത് വഴറ്റണം. അതിലേക്ക് മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടുന്നുണ്ട് ആവശ്യത്തിന്. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ ചേർക്കുക അങ്ങനെ നിങ്ങൾ ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ എൻ്റെ ആവശ്യത്തിന് കുറച്ച് ഇട്ടിനുള്ളൂ, അധികം ഇട്ടിട്ടൊന്നുമില്ല. ഇതെല്ലാം കൂടി നല്ലോണം വഴറ്റുക. വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ആ വെള്ളം ഒന്ന് കുറച്ച് തിളക്കട്ടെ. എന്നിട്ട് നമുക്കതിൽ മീൻ തിളക്കാനായിട്ട് വെക്കുക. തിളച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് അതിനകത്ത് മീൻ ഇടാം. അപ്പോൾ അതൊക്കെ തിളക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് മീൻ ഇടാം. കുറച്ച് മീനിട്ട് നല്ലോണം ഒന്ന് ആ മസാലയെല്ലാം മീനിലേക്ക് ആവുന്നവരെ ഒന്ന് മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലേ കറിവേപ്പില അതിൻ്റെ മുകളിൽ കുറച്ചിട്ട് കൊടുക്കുക. നമ്മുടെ മീൻ കറി ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് അരവ് ഒഴിച്ചില്ലേ, ഈ കറി ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം അരവ് ഒഴിക്കുക. തിളക്കട്ടെ. അപ്പം നമ്മൾ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരവ് ഒഴിച്ച് കൊടുക്കാം. അരവ് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. മൊത്തം ഒന്ന് ഇളക്കുക. ഒരു കയ്യിലിനെ കൊണ്ട് മെല്ലെ ഒന്ന് ഇളക്കുക. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുവാന്നേ. അപ്പോൾ നമ്മൾ മീൻകറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്, റെഡിയാകാൻ പോകുന്നു. അപ്പോൾ ലാസ്റ്റ് കറി വാങ്ങി വെക്കാനാകുമ്പോൾ കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് നമുക്ക് കറി വാങ്ങി വെക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ മീൻകറി. ഇനി മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ കഷ്ണങ്ങൾ മാറ്റി വെച്ചിട്ടില്ലേ, അതെടുത്ത് നമുക്ക് മീൻ പൊരിക്കാം. അപ്പോൾ അതിന് കുറച്ച് വേണ്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഇട്ടിട്ട് ഞാൻ മസാലയാക്കി പെരക്കി വെക്കുന്നുണ്ട്. അപ്പം നമ്മളെ മീനിനെല്ലാം നല്ലോണം മസാലയെല്ലാം പെരക്കി വെച്ച് നമുക്കിനി അത് പൊരിച്ച് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. എന്നിട്ട് നമുക്കത് പൊരിക്കാൻ വെക്കാം. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. അത് അടിക്കിങ്ങനെ വേഗം പൊരിക്കുമ്പോൾ ഇളകി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടുന്നത്. നമ്മളെ മീനെല്ലാം അതിനകത്തിട്ട് ഞാൻ എല്ലാ മീനും ഇട്ടിട്ടില്ല, എല്ലാം അതിനകത്ത് കൊള്ളൂല. അതുകൊണ്ട് ഒരു 4 ഇട്ട് പിന്നെ അടുത്ത പ്രാവശ്യം ഒന്നും കൂടി ഇട്ട് അങ്ങനെ പൊരിക്കുക ചെയ്യുക. അപ്പോൾ നമ്മൾ പൊരിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് വാങ്ങി വെക്കാം. ഇതാണ് ഇന്നത്തെ ഉച്ചയൂണ്. പൊരിച്ചതുണ്ട്, മുട്ട വറവുണ്ട്, പിന്നെ കപ്പക്ക കറിയുണ്ട്. കപ്പക്ക പറഞ്ഞാൽ ചിലയിടത്ത് കർമൂസ പറയും, ചില ആൾക്കാർ
ചില ആൾക്കാർ പറയും പപ്പായ എന്ന് പറയും. നമുക്ക് ചോറ് തിന്നാ. എൻ്റെ മോനാണ് ഞാൻ ചോറ് വായിലിട്ട് കൊടുക്കുന്നത്.